ചില മനുഷ്യർ അവരുടെ സംസാരം, പ്രവൃത്തികൾ, അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം മൊത്തത്തിലൊരു ജിത്തു ജോസഫ് സ്ക്രിപ്റ്റ് ആയിരിക്കും. ഇവരെക്കുറിച്ച് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൊരു അറിവ് വെച്ച് അതിന് വിപരീതമായി അല്ലെങ്കിൽ തികച്ചും അസ്വാഭാവികമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെന്ന് അവരടുത്ത് ചോദിക്കും. അപ്പോൾ ഇവരൊരു എക്സ്പ്ലനേഷൻ തരും, അതിൽ നമ്മൾ കൺവിൻസ്ഡ് ആവും. എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു ഇവർ ഉടായിപ്പാണെന്ന്. അപ്പം നമ്മൾ ഇവരടുത്ത് ചെന്ന് പറയുന്നു, ഈ പണ്ടെവിടെ പോകണം, എനിക്ക് അന്നേ തോന്നിയതാണ്, മഹാകള്ളത്തരയപ്പം ഇങ്ങനെയൊന്നും കാണിക്കാനേ പാടില്ല, ആ സാധനം പറയും. അപ്പോൾ ഇവർ രണ്ടാമതൊരു കഥ പറയും. അപ്പം നമുക്കറിയാം ഇവർ ഉടായിപ്പാണെന്നുള്ളൊരു കാര്യം ഓൾറെഡി തെളിഞ്ഞതാണ്. പക്ഷെ ഇവരിങ്ങനൊരു കഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെയായിരുന്നോ എന്ന് വിചാരിക്കും. കാരണം നമുക്ക് ഒരിക്കലും തോന്നൂല ഇതൊരു കള്ളക്കഥ ഉണ്ടാക്കിയതാണെന്ന്. കാരണം മാക്സിമം ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കള്ളക്കഥയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഈ രണ്ടാമത്തെ കഥയും കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ഈ രണ്ടാമത്തെ കഥ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കും ശരിക്കും കുറേ കള്ളങ്ങളിങ്ങനെ പൊളിഞ്ഞിങ്ങ് കിട്ടും. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ഇത്തരം ചീത്ത കൂട്ടുകെട്ടാണോ എനിക്കുള്ളത്, ഇതൊന്നും ശരിയല്ല, ഇപ്പോൾ തന്നെ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ അവരടുത്ത് കട്ട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ മൂന്നാമതൊരു കഥയും കൊണ്ട് വരും. നമ്മൾ കേട്ടില്ല എന്ന് പോലെ ആ കഥ അങ്ങ് കേൾക്കും. കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഓ മൈ ഗോഡ്, ഇത്ര ഒരു നിഷ്കളങ്കമായൊരു മനസ്സിനുടമയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത്? ഇതിങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കും. എത്രയും വേഗം തന്നെ ഈ മൂന്നാമത്തെ കഥയും പൊളിയും. പിന്നെ നമുക്ക് ഞെട്ടാൻ ഞെട്ടലുകളില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുന്നത്.